ഹായ് ഫ്രാൻസ്. അപ്പം നമ്മൾ ഇന്നലെ സെക്കൻഡ് ഷോ ആണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് വെച്ചാൽ വിൽപ്പത്രം, സ്വത്ത് സംബന്ധമായിട്ടുള്ള ഔസേപ്പിൻ്റെ കാര്യങ്ങൾ, സ്വത്ത് സംബന്ധമായിട്ടുള്ള വിൽപ്പത്രമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പടത്തിൻ്റെ ഉള്ളടക്കം വരുന്നത്. അപ്പോൾ ഔസേപ്പിൻ്റെ ഒസ്യത്ത് ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ തൃശ്ശൂരിൽ നിന്നാണ് പടം കാണുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു പടത്തിന്. പടം പേഴ്സണലി എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ടൈപ്പ് ഓഫ് മൂവീസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഗംഭീര ഗംഭീര പെർഫോമൻസ്. പ്രത്യേകിച്ച് പ്രകൃതി പടങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു ജോജു, അതുപോലെ തന്നെ മലയൻകുഞ്ഞ്, ഓ ബേബി ദിലീഷ് പോത്തൻ്റെ ഗംഭീര പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇത്. ഔസേപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മലയോര പ്രദേശത്തെ ഒരു ജന്മി പോലത്തെ ആളാണ്. കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായിട്ട് ഉണ്ടാവുന്നൊരു വിഷയമാണ്. എന്നിരുന്ന് 4 മക്കളാണ്, 3 മക്കളാണ്, 3 ആൺപിള്ളേരാണ്. 3 പേർക്ക് 2 പേർക്ക് ഒരു ജോലിയുണ്ട്. മൂന്നാമത്തെ ഒരാൾ ഒരു ട്രാവൽ മൂടൊക്കെ പിടിച്ചടക്കുന്ന ഒരാളാണ്. ഒരു 2 മരണമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കഥയാണ്. സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയം തന്നെയാണ് പടത്തിലുള്ളത്. നമ്മൾ ഈ പടം 1 മണിക്കൂർ 57 മിനിറ്റ് പടമുള്ളൂ, പക്ഷെ അത് നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പടം പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. പടം കുറച്ച് സ്ലോ ബേസ്ഡ് ആണ്. ശരത് ചന്ദ്രൻ ആർച്ച് ഡയറക്റ്റ് ചെയ്തുള്ള പടമാണ്. ആദ്യത്തെ പടമാണ് കേട്ടോ. അതിൻ്റെ ഒരു പോരായ്മ, ആദ്യത്തെ പടം നമുക്ക് ഫീൽ ചെയ്യില്ല, അങ്ങനത്തെ ഒരു പോരായ്മയിലില്ല. അത്ര രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൽ ടെക്നിക്കലി ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 1-2 ആളുകളുണ്ട്. റൈറ്റർ ഫസൽ ഹാസൻ, ടെക്നിക്കലി അരവിന്ദ്, ഇതിൻ്റെ സിനിമോഗ്രാഫി ചെയ്തുള്ളത് ഒരു രക്ഷയില്ല. കുറേ ഡ്രോൺ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ നിന്നൊക്കെ എടുത്തുള്ള പീരുമേട് എന്നൊരു സ്ഥലമാണ്. രസമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ടോ, ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമോഗ്രാഫി. അതിൻ്റെ BGM വരുന്നത് സുമേഷ് പരമേശ്വർ, എഡിറ്റിംഗ് അജിത് കുമാർ. ഗംഭീരമാണ്, ഇതൊക്കെ ഗംഭീരമാണ്. പിന്നെ ഇതിൽ പെർഫോമൻസ് വിജയരാഘവൻ, നമുക്കറിയാം ആൾക്കത് കേക്ക് വാക്കാണ്. രസമായിട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഔസേപ്പായിട്ട് വരുന്നത്. അവിടെ 3 മക്കളുള്ള ഒരാൾ, മൂത്ത ആൾ ദിലീഷ് പോത്തൻ, കലാഭവൻ, ഷാജോൻ, ഹേമന്ത്. ഇങ്ങനെ 3 മക്കളാണ് വരുന്നത്. പിന്നെ ലെന, ദിലീഷ് പോത്തൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. കനികുസൃതി ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊരു പോലീസുകാരി. സെറിൻ ഷിഹാബ് ഉണ്ട്, അഞ്ജലി കൃഷ്ണൻ ഉണ്ട്. ഇവർക്കൊക്കെ നല്ല സ്പേസ് ഉള്ള റോഡുകളാണ് കൊടുത്തുള്ളത്. അപ്പോൾ പടന്ന് വരുന്നത് ഒരു പിരിമേഡ് സംഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവമാണ്. ഈ പടത്തിൻ്റെ വില്ലനും നായകനൊക്കെ സ്വത്താണ്, സ്വത്ത് സംബന്ധമായ വിഷയമാണ്. ഒരു ബ്രദർ ബോണ്ടിങ്, ആ ഒരു സംഭവമായിട്ടൊരു നല്ലൊരു മെസ്സേജ് ഈ പടത്തിൽ കൊടുക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറേ പടമുള്ളൂ. ദിലീഷ് പോത്തിന് കലാഭവൻ ഷാജനെ മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ളത്. നമ്മൾ കുറേ കോമ്പിനേഷൻ സീനുകളുണ്ട്. അതുപോലെ വിജയരാഘവൻ, ഹേമന്ത് എന്ന് പറഞ്ഞ ആൾ അനിയനായിട്ട് വരുന്ന റോളും. ഇത് തമ്മിലുള്ള കുറേ നല്ല സീനുകളുണ്ട്. പടം ഇൻ്റർവെൽ വരെ ഇങ്ങനെ നല്ല രസമായിട്ട് പോയിട്ട് ഇൻ്റർവെലിന് ശേഷം മൊത്തം സ്ലോ ബേസ്ഡ് പോകുന്നൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പലർക്ക് ഈ പടം ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പ്രെഡിക്റ്റബിൾ ആണ് കഥ, ക്ലൈമാക്സ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. എനിക്ക് ഏകദേശം എങ്ങോട്ടാ പോകുന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇൻ്റർവെൽ കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കഥയുടെ കാര്യം മനസ്സിലാവും. പക്ഷെ എന്നാൽ യാതൊരു ബോറടിയില്ല കേട്ടോ. കഥ നമുക്ക് ഇതാണ് മനസ്സിലായെങ്കിൽ യാതൊരു ബോറടിയില്ല. ക്ലൈമാക്സ് അപ്പോൾ ഈ പടത്തിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ ക്ലൈമാക്സിന് വന്നുള്ളത് അതൊരു ഒരു ബോണ്ടിങ്, ചേട്ടൻ ഒരു ബോണ്ടിങ് ആയിട്ട് ഭയങ്കര കണക്റ്റ് ആവുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ചേട്ടന്മാരുണ്ടല്ലോ ചിന്തിക്കും. പിന്നെ ഇത് കുറേ ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ അമ്മേനെ കാണിക്കുന്നുണ്ട്, പക്ഷെ അമ്മേരെ സ്നേഹം കിട്ടാത്ത വളർന്നൊരു അനിയനൊക്കെ ഉണ്ട്. അതിൽ ഇവർ ചേട്ടന്മാർ കൊടുക്കുന്ന സ്നേഹം എടുത്തു വളർത്തി കഥയൊക്കെ പറയുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പെർഫോമൻസ് അറിയാലോ, ഇവരൊക്കെ അറിയാലോ. ദിലീഷ് പോത്തനായാലും കലാഭവൻ ഷാജോൻ, വിജയരാഘവനൊക്കെ ആയാലും നമുക്ക് അറിയാം ഇത് ഏറ്റവും വരെ പോകുന്ന അറിയില്ല എന്നാ. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം കുറച്ച് സ്ലോ ബേസ്ഡ് ആണ് പടം. നമുക്ക് 1 ടൈം തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു ഡീസൻറ്റ് മൂവി, ചെറിയ മൂവി, നല്ല പ്രകൃതി പടമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ ബേബി, ജോജു കണ്ട ആളുകൾക്കൊക്കെ കുറേ കാര്യങ്ങൾ ഈ പടത്തിൽ കണക്റ്റ് ആവും. എന്ന് വെച്ചാൽ ആ കഥയായിട്ട് ബന്ധമുണ്ടെന്നല്ല പറയണം. കുറേ കാര്യങ്ങൾ കണക്റ്റ് ആയിട്ടുള്ള സീനുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും പോയി ടിക്കറ്റ് എടുക്കുക കാണും. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു.